Every day I find a way through darkness, have a smile that portrays my happiness. Let the king of my heart be the mountain where I run, the fountain I drink from. Oh, he is my song. Let the king of my heart be the shadow where I hide, the ransom for my life. Oh, he is my song. You are good, good. Oh, 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 let the king of my heart be the wind inside my sails, the anchor in the waves. Oh, he is my song. Let the king of my heart be the fire inside my veins, the echo of my days. Oh, he is my song. You are good, good. Oh, you are good, good. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമായ മാതാവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് കുടുംബത്തെയും ഞങ്ങളുടെ ഓരോരുത്തരുടെയും സന്തോഷങ്ങളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വിവാഹത്തിൻ്റെ ഏറ്റവും അടുത്ത ദിവസങ്ങളിലായിരിക്കുന്ന ബിയുടെ ജീവിത പങ്കാളിയാകാനായിട്ടിരിക്കുന്ന എലിസബത്തിനെയും എല്ലാം ഈശോയെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധമായ മാതാവേ, എപ്പോഴും തിരുക്കുടുംബത്തെ മാതൃകയാക്കിയുള്ള ഒരു കുടുംബജീവിതം നയിക്കുവാനായിട്ട് ഇവരെ രണ്ടുപേരെ അനുഗ്രഹിക്കണമേ. നമുക്കെല്ലാവർക്കും ഓരോ നന്മാറിഞ്ഞ മറിയുമേ പ്രാർത്ഥന ചൊല്ലി ഇവർക്ക് രണ്ടുപേരും ആരംഭിക്കാൻ പോകുന്ന കുടുംബജീവിതത്തിന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കർത്താവ് അങ്ങയുടെ സ്ത്രീയിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. 3-ാം ദിവസം കാനായിലെ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവാൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവനെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അറവയെല്ലാം മക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുമെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ച് പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു വരും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചിരുന്നു. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മളെല്ലാവരും ഒരുപാട് സന്തോഷത്തിലാണ്. കാരണം ജബി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. പപ്പായ മമ്മിയെ സംബന്ധിച്ചാണെങ്കിൽ ഒരു ഉത്തരവാദിത്വത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുന്നതിൻ്റെ സന്തോഷമുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഒരുപാട് സന്തോഷത്തിൽ എങ്ങനെയായിരിക്കുമ്പോൾ ചെറുതായിട്ട് വിവാഹത്തെ കുറിച്ച് അല്ലെങ്കിൽ വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത പങ്കുവെച്ചുകൊണ്ട് ഞാൻ വിളിച്ചോളാം. ശരിക്കും ജബി, എവിടെ നിന്നാണ് എനിക്ക് ജീവിത പങ്കാളിയെ നമ്മുടെ മനസ്സിൽ പല ഓർമ്മകൾ വരും. അല്ലെങ്കിൽ വേറെ ചിലരുടെ കഴിച്ചാൽ ചിലപ്പോൾ മാട്രിമോണിയെ കിട്ടും, അല്ലെങ്കിൽ ക്ലാസ്മേറ്റ് ആയി, അങ്ങനെ പല ഓർമ്മകൾ വരും. പക്ഷെ ശരിക്കും എവിടെ നിന്നാണ് നമുക്ക് ജീവിത പങ്കാളി? ഒരു ഉദാഹരണമല്ല, നിങ്ങൾ ഒരു കല്യാണത്തിൻ്റെ ദിവസം ഒരു ചെറുക്കനും പെണ്ണായിട്ട് മണ്ഡലത്തിൽ നിന്ന് ആനവാതിലൂടെ വെലുവെടുത്തിന് മുന്നിലേക്ക്. പക്ഷേ ഇറങ്ങിപ്പോകുമ്പോൾ നിങ്ങൾ ദമ്പതികളായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ജീവിത പങ്കാളിയെ എവിടെ നിന്നാണ്? ദൈവത്തിൽ നിന്നാണ്, ബലിപീഠത്തിൻ്റെ മുമ്പിൽ നിന്ന്. നമുക്ക് അല്ലെങ്കിൽ ഇവിടെയുള്ള ഓരോരുത്തർക്കും ജീവിത പങ്കാളിയെ ലഭിക്കുന്നത് ബലിപീഠത്തിൻ്റെ മുമ്പിൽ നിന്നാണ്. ഒരിക്കലും മാട്രിമോണിയിൽ നിന്നല്ല, മറ്റൊരു സ്ഥലത്തു നിന്നല്ല. നമുക്ക് കിട്ടുന്നത്, അത് നമ്മുടെ സ്വന്തമായിട്ടുള്ള ജീവിത പങ്കാളിയായിട്ട് കിട്ടുന്നത് അത് ബലിപീഠത്തിൻ്റെ മുമ്പിൽ നിന്നാണ്. അപ്പം നിങ്ങളിങ്ങനെ ഒന്നിച്ച് ജീവിച്ചു തുടങ്ങുന്ന ഒരു കാലം, ആദ്യത്തെ ഹണിമൂൺ പീരീഡൊക്കെ കഴിഞ്ഞ് നിങ്ങൾ പച്ചയായിട്ട് ജീവിച്ചു തുടങ്ങുന്ന ഒരു സമയമുണ്ട്. ഇപ്പോൾ കുറച്ചു കാലം കഴിയുമ്പം സുഖം തോന്നും, ഞാൻ യേശുവിലായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് തോന്നും ഞാൻ കരുതിയവരൊന്നും അല്ല യേശുവത്ത്. അങ്ങനെയൊക്കെ തോന്നുമ്പോൾ എന്ത് ചെയ്യും? ചിലപ്പം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാൻ പറ്റും അല്ലേ? അപ്പം അങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ പക്ഷെ അങ്ങനൊന്നും പറ്റില്ല. പക്ഷേ ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന മുതിർന്ന ആർക്കൊക്കെ അങ്ങനെയൊക്കെ ചിലപ്പോൾ ഒരു പറച്ചിലൊക്കെ തോന്നിയിട്ടില്ല. അപ്പോൾ അവരങ്ങനെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ ശരിക്കും നമ്മളൊരു ഐഫോൺ വാങ്ങിച്ചു, അല്ലെങ്കിൽ വിലയുടെ ഒരു വസ്തു വാങ്ങിച്ചു, അല്ലെങ്കിൽ കല്യാണത്തിന് വേണ്ടി ഒരുപാട് ഷോപ്പിംഗ് നടത്തി, നമുക്ക് ഗ്യാരണ്ടി വാറണ്ടി കാർഡുകളൊക്കെ നമ്മളിത് സൂക്ഷിച്ചു വെക്കും. എന്തിനാണ് സൂക്ഷിച്ചു വെക്കുന്നത്? വീണ്ടും എന്തെങ്കിലും കംപ്ലയിൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ സർവീസ് ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി. നമ്മൾ വില കൂടി ഒരു ഐഫോൺ വാങ്ങിച്ചാൽ കുറച്ച് കാലം കഴിയുമ്പോൾ അത് ഹാങ് ആവും, കംപ്ലയിൻ്റ് ആവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ ഫോണിനോട് പരാതി പറയത്തില്ല. നമ്മൾ എന്ത് ചെയ്യും? അത് വാങ്ങിച്ച കടയിൽ കൊണ്ടുപോയിട്ട് വാങ്ങിച്ചാൽ കുഴപ്പമുണ്ട്, നന്നാക്കി തരും. അവിടെ ചിലപ്പോൾ റീപ്ലേസ്മെൻറ്റ് ഇല്ല. നമുക്ക് ജീവിത പങ്കാളിയെ കിട്ടുന്നതിനുള്ള ഡെലിവറിത്തിനുണ്ട്. അപ്പം എപ്പോഴേലുമൊക്കെ ഈ പറഞ്ഞ പോലെ അത്ര ശരിയല്ല എന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് യാതൊരു കാര്യം. എവിടെ നിന്നാണോ കിട്ടിയത് ആ സ്ഥലത്തോടെ ബലിപീഠത്തിന് മുമ്പിലേക്ക്. അവിടെ ലൈഫ് ലോങ് കർത്താവ് നിങ്ങളുടെ ആ ബന്ധത്തെ നന്നാക്കാനുള്ള വാഗ്ദാനവുമായിട്ട് കർത്താവ് അവിടെ ഒരിക്കലും റീപ്ലേസ്മെൻ്റ് ഇല്ല. പക്ഷേ എപ്പോഴും അത് സർവീസ് ചെയ്യും, ലൈഫ് ലോങ് സർവീസ്.
അപ്പം ജീവിതത്തിൽ എപ്പോഴും ഏത് ഘട്ടത്തിലും ഓടിയെത്താൻ സ്ഥലം വെല്ലുവിളിത്തന്നെ. തീർച്ചയായിട്ടും ഇവിടെയുള്ള പപ്പായ്ക്കും അമ്മയെ സംബന്ധിച്ച് ഒരുപാട് സന്തോഷമുണ്ട്, ഒരു ആൻസൈറ്റി ഉണ്ട്. കാരണം പുതിയൊരാളും കൂടെ കുടുംബത്തിലേക്ക് കടന്നു വരികയാണ്. പുതിയൊരാളും കൂടെ കുടുംബത്തിലേക്ക് കടന്നു വരുമ്പം തീർച്ചയായിട്ടും നിങ്ങൾ അവളെ മരുമോളായിട്ട് സ്വീകരിച്ചാൽ അത് പൂർണ്ണമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരു 10-26 വർഷം അവളൊരു കുടുംബത്തിൽ അപ്പൻ്റെ അമ്മയുടെ കൂടെ ജീവിച്ച് പെട്ടെന്ന് ഇങ്ങനെ വേരോടെ പറിച്ച് മറ്റൊരു കുടുംബത്തിലേക്ക് വരികയും അതുവരെ അവൾക്ക് മുൻപരിചയമുണ്ടെങ്കിൽ എന്തൊക്കെയുണ്ടെങ്കിലും അന്ന് തൊട്ട് അവൾ ഈ കുടുംബത്തിൽ അവൾ പുതുതായിട്ട് വരുമ്പോൾ അവളുടേതായ കുറേ ജീവിത രീതികളുണ്ട്, പ്രത്യേകതകളുണ്ട്. അതെല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. അവളെ സ്വന്തം മോളായിട്ട് നമ്മൾ സ്വീകരിച്ച് ഈ കുടുംബത്തിലേക്ക് സ്വീകരിക്കുന്നതാണ് നമ്മുടെ ആ ബന്ധത്തിനും നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിനും അതൊരു പൂർത്തീകരണമാണ്. പിന്നെ ഇവർ ജീവിച്ചു തുടങ്ങുന്ന ഒരു ചുറ്റുപാടാണ്. ഇപ്പോൾ ഈ ഇവയുടെയൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളൊക്കെ അറിയുള്ളൂ. ഇതുപോലെ ഇവയുടെ പിറകിൽ ഇപ്പോഴും സപ്പോർട്ടായിട്ട് ഇവയുടെയും എലിസബത്തിൻ്റെയും പിറകിൽ സപ്പോർട്ടായിട്ട് എല്ലാവരും ഉണ്ടാകുന്നു. പക്ഷേ നിങ്ങളെ ആരുടെയും ഇവരെ അനുവദിക്കാതെ ഇവരുടെ രണ്ടുപേരുടെ ഇടയിലേക്ക് നിങ്ങൾ ആരും കടന്നു ചെല്ലും. ഉപദേശമൊക്കെ കൊച്ചു പിള്ളേരൊക്കെ നടന്നു പോകുമ്പം ആദ്യമൊക്കെ വീഴും, ചെറിയ പരിക്കുകളൊക്കെ ഉണ്ടാകും. പക്ഷെ അവർ വീണ്ടും നടക്കും അല്ലേ? അപ്പോൾ നമ്മളത് കൈപിടിച്ചും താങ്ങി കൊടുത്താൽ മാത്രമേ അവർ ജീവിക്കാനുള്ള സ്പേസ് അവർക്ക് നമ്മൾ അനുവദിച്ചു കൊടുക്കും. അവർ ജീവിച്ച് നല്ല രീതിയിൽ ജീവിച്ച് വളർന്നവർ നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഞങ്ങളെല്ലാവരും തീർച്ചയായിട്ടും എനിക്കും ദിവസത്തിനും വേണ്ടി നിങ്ങൾ ആരംഭിക്കുന്ന കുടുംബജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ എല്ലാവരുടെയും പ്രാർത്ഥന ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം ആഗ്രഹിക്കുന്ന പോലുള്ള ഒരു കുടുംബം രൂപീകരിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടം ഭൂമിയിൽ നിറവേറ്റുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം മൗനമായിട്ട് ഇവർ രണ്ടുപേരും ആരംഭിക്കാൻ പോകുന്ന കുടുംബജീവിതത്തിന് വേണ്ടി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധമായ ദൈവമേ, ഈ കുടുംബത്തിലേക്ക് വലിയ സന്തോഷത്തോടെ ആയിരിക്കുമ്പം പുതിയൊരു കുടുംബം തുടങ്ങുവാനായിട്ട് ആരംഭിക്കാനായിട്ട് വരുന്ന ഇവയെയും എലിസബത്തിനെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, നീ ആഗ്രഹിക്കുന്ന പോലെ നിനക്ക് സാക്ഷ്യം കൊടുക്കുന്ന ഒരു കുടുംബമായിട്ട് ഇവരെ ഒരുക്കണമേ. ഇവരുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഈശോയെ അങ്ങ് അനുഗ്രഹിക്കണമേ. ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാനുള്ള കൃപ ഇവർക്ക് രണ്ടുപേർക്കും നൽകണമേ. ദൈവമേ, അങ്ങ് നൽകുന്ന സന്തോഷങ്ങളും അങ്ങ് നൽകുന്ന ദുഃഖങ്ങളും എല്ലാം സമചിത്തതയോടെ സ്വീകരിക്കുവാനുള്ള കൃപ ഇവർക്ക് നൽകണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങ് ഇവർക്ക് നൽകുന്ന മക്കളെ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് വിശുദ്ധിയിലും വിശ്വാസത്തിലും വളർത്തിക്കൊണ്ടുവരുവാനുള്ള കൃപ ഇവർക്ക് നൽകണമേ. കാവൽ മാലാഖമാരെ, സകല വിശുദ്ധരെ എപ്പോഴും ഇവർക്ക് വേണ്ടി കൂട്ടായിരിക്കണമേ. നമ്മുടെ കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എന്നേക്കും. Should I take one more step? Should I wait and regret, fall behind and live half alive? Should I leave off the edge, breathing in, hold my breath, take a dive into the light? Because I believe in something more believe in something more than miracles, more than miracles. I need you now, 'cause it's me, only you and me. I need you now, 'cause it's me, only you and me. I need you now.
the same things, we dream the same dreams. Alright, alright. I got it all, cause she is the one. Her mom calls me love, but dad calls me son. Alright, alright. I know for sure. Everybody wanna steal my girl. Everybody wanna take her all away. Couple billion in the whole wide world. Find another one cause she belongs to me. Everybody wanna steal my girl. Everybody wanna take her all away. Couple billion in the whole wide world. Find another one cause she belongs to me. Oh yeah. Alright. She belongs to me. Kisses like cream, her walk is so mean, and every jaw drop when she's in those jeans. Alright, alright. I don't exist if I don't have her. The sun doesn't shine, the world doesn't turn. Alright, alright. But I know for sure. Everybody wanna steal my girl. Everybody wanna take her all away. Couple billion in the whole wide world. Find another one cause she belongs to me. Everybody wanna steal my girl. Everybody wanna take her all away. Couple billion in the whole wide world. Find another one cause she belongs to me. Oh yeah. Alright. She knows that I never let her down before. And she knows that I'm never gonna let another take a love from me now. Everybody wants to steal my girl. Everybody wants to take her love away. Couple billion in the whole wide world. We'll find another one cause she belongs to me. Everybody wanna steal my girl. Everybody wanna take her all away. Couple billion in the whole wide world. Find another one cause she belongs to me. Oh yeah. Alright, yeah. She belongs to me. She belongs to me, yeah. Alright. You can kill the lights, you can draw the blinds. My heart shackled down, bound to your bed. Can you stay a while? Keep me by your side. Fill my scattered heart, fix me, I said. We could lay here underneath the river. If you stay, we could sleep here underneath the river. If you stay, we could go home. We could go home, down the
gotta love it. You gotta love it. You gotta love it. I can't get enough. You know what I want. Come on, give me some more. You gotta love it. You gotta love it. You won't see it on the 6 o'clock news. It's not waiting in the mail addressed to you. It's getting harder and harder to see through the smoke. It's never been easier to overlook. It's getting harder and harder and harder to say these days. But when I see the smile run across your face and the sunrise lights up another day, I believe. I woke up and my whole world changed. You're the kind of love that gives me faith, and I believe. You won't find it written in the sky. You can't buy a ticket to it tonight. It's getting harder and harder to see what's true, but it's never been easier when I'm with you. Yeah, it's harder and harder and harder to doubt these days. But when I see the smile run across your face and the sunrise lights up another day, I believe. I woke up and my whole world changed. You're the kind of love that gives me faith, and I believe. It's getting harder and harder to see. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്നേഹസമ്പന്നനായ ദൈവമേ, നിന്നെ ഞങ്ങൾ ആരാധിച്ച് സ്തുതിക്കുന്നു. വിവാഹം ചെയ്യുവാൻ ഈ കുടുംബത്തിൽ നിന്ന് ഇപ്പോൾ ദേവാലയത്തിലേക്ക് പോകുവാൻ ഒരുങ്ങി നിൽക്കുന്ന എൻ്റെ ദാസനെ ആശീർവദിക്കണമേ. കർത്താവെ, ഞങ്ങളുമായി അനുയോജ്യമായ പങ്കാളിയെ തിരഞ്ഞെടുത്തു തന്ന നിൻ്റെ അനന്തകാരണത്തിന് ഞങ്ങൾ നന്ദിയും കൃതജ്ഞതയും അർപ്പിക്കുന്നു. വേദനയിലിരിക്കുന്നവയെ സംയോജിപ്പിക്കുന്നവനായ ദൈവമേ, ഇസ്ഹാക്കിനെ റബേക്കയെ ആശീർവദിച്ച് തൻ്റെ അവകാശമാക്കിയ കർത്താവെ, നിൻ്റെ ഈ മക്കളെ സംയോജിപ്പിച്ച് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. സഭയെ നിർമ്മലവധമായി സ്വയം സ്വീകരിച്ച മിശിഹാനാഥ, ഇന്ന് നടക്കുവാൻ പോകുന്ന ഈ വിവാഹത്തെ ആശീർവദിക്കുകയും നിന്റെ പ്രിയപ്പെട്ടവരായവരെ സമാധാനത്തിലും മനസ്സിൻ്റെ ഐക്യത്തിലും കാത്തു സൂക്ഷിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹം വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീതി തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവരോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കുമിട്ട്, എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം മക്കളും നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്ന് അവർ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണ് എന്ന് അവർ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവർ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അത്തികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും
എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിനായി പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനാനിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ആരാധിച്ചിരിക്കുന്നു. അന്ന് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങ് മനുഷ്യനെ സകല ജീവജാലങ്ങൾക്ക് ഉപരിയായി സൃഷ്ടിക്കുകയും അവൻ ഏകനായിരിക്കുന്നത് എന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും എന്ന് അരുളി ചെയ്തുകൊണ്ട് ജീവിതസഖിയെ നൽകി ഏകാന്തതയിൽ നിന്ന് കൈപിടിച്ചുയർത്തുകയും ആദ്യ വിവാഹം ആസ്വദിക്കുകയും ചെയ്തുവല്ലോ. ആദത്തിന് ഹവ്വായെയും അബ്രഹാത്തിന് സാറായെയും ഇസാഖിന് റബേക്കയെയും ജീവിതസഖിയെ നൽകി അനുഗ്രഹിച്ച നല്ല ദൈവമേ, ഇന്ന് വിവാഹത്തിൽ പ്രവേശിക്കാൻ പോകുന്ന ഞങ്ങളുടെ മകനെ ആസ്വദിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ മകൻ നീ സ്ഥാപിച്ച വിവാഹാന്തരത്തിലേക്ക് പ്രവേശിക്കുവാൻ പോവുകയാണ്. വളരെയേറെ ചിന്തിച്ചും പ്രാർത്ഥിച്ചും തിരഞ്ഞെടുത്ത വിവാഹമെന്ന ദൈവവിളിയിൽ ജീവിതാന്ത്യം വരെ തുടരുവാൻ കർത്താവെ നീ അനുഗ്രഹിക്കണമേ. നീ സഭയെ സ്നേഹിച്ചതുപോലെ സഭ തന്നെ കീഴ്പ്പെട്ടിരിക്കുന്നത് പോലെ പരസ്പരം സ്നേഹിക്കുന്നു, പരസ്പരം വിശ്വസ്ത പുലർത്തുന്നു, താങ്കൾ നല്ലമാകുന്നു ആകുന്ന പങ്കാളിയുമായി കുടുംബജീവിതം നയിക്കുവാൻ അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ച് വധുവരന്മാരെയും കുടുംബാംഗങ്ങളെ ആസ്വദിച്ച് അനുഗ്രഹിച്ച ഈശ്വനാഥ, ഇന്ന് വിവാഹത്തിനാകാൻ പോകുന്ന ഞങ്ങളുടെ മകനെ നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. സ്നേഹനാഥ ദൈവമേ, നിന്റെ തൃക്കരം നീട്ടി ഈ മകനെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. തിരുകുടുംബത്തിൻ്റെ തലവനായ മാർ യോസേപ്പെ, ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ മറിയമേ, സകല വിശുദ്ധരെ, ഇവരുടെ സ്വർഗീയ മധ്യസ്ഥരെ, ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമായി തീരുവാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃത്യപരമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാനുപതന പരിശുദ്ധി എത്രയും മാതാവേ,
വിവാഹത്താൽ ബന്ധിതനായ ഹൃദയായകത്തിൽ ജീവിക്കാൻ ഈ ദാസനെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ കുദാശയോഗ്യതയോടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. എന്റെ പുത്രി, നീ ശ്രദ്ധിച്ചു കേൾക്കുക. രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം പോലെ തന്നെ തന്റെ മണവാട്ടിയെ തിരഞ്ഞെടുത്തിരിക്കുന്നു. വലിയേറെ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകന്മാർ അവളെ അനുഗമിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളകിടക്കുന്ന മന്ദിരവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈന്യമുള്ള പോലെയായിരിക്കും. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം പോലെ നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. സമാധാനത്തോടുകൂടി പിതാവ് തന്റെ പരിശുദ്ധാത്മാവായ സർവേശ്വരം ഞങ്ങളുടെ കർത്താവായ ദൈവങ്ങളുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിന്റെ പ്രദക്ഷിണാൽ അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു പൊടിച്ചെടുത്ത് നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ ശ്രദ്ധിക്കുവാനും ബാധപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാത്തിന്റെ സൃഷ്ടാവാകുന്നു, സകലത്തിന്റെ നാഥ എന്നേക്കും. സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും സ്തുതിയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. വിശുദ്ധരെ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സത്യനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിന്റെ നിമിത്തം എപ്പോൾ ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവിന്റെ പരിശുദ്ധാത്മാവായ
കർത്തനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളെ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും ഞങ്ങളുടെ കാര്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവിൻ. വിശുദ്ധ പത്രോസിന് എഴുതിയ ഒന്നാം ലേഖനത്തിലുവായ ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. വചനമനുസരിക്കാത്ത ആരെങ്കിലുമുണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തെ കാണിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളെ ആദരപൂർവ്വവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമൊഴികളായ പിന്നിമുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വരം അണിഞ്ഞ് ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശിച്ചിരിക്കുന്ന വിശുദ്ധ സ്ത്രീകൾ മുൻപ് ഇപ്രകാരം തങ്ങളെ തന്നെ അനുകരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രഹാത്തെ നാമം വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെ ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവരുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടും നിങ്ങളുടെ ഭാര്യയോട് ജീവിക്കുകയും സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശം എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുകയും ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. സമാധാനം നിങ്ങളോടുകൂടെ. നമ്മുടെ കർത്താവ് ഈശോയുടെ പരിശുദ്ധ സുവിശേഷം. ഒന്നാം ദിവസം ഗലീലയായിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ എവിടെ ഉണ്ടായിരുന്നു? യേശുവിൻ ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, നിനക്കും എനിക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവേൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽക്കരണ്ടികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിനും 2-3 അളവ് കൊള്ളുമായിരുന്നു. പന്നികളിൽ വെള്ളം നിറയ്ക്കുവാൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വെള്ളം നിറച്ചു. ഇനി പകർന്ന് കല്ലറക്കാരന്റെ അടുത്ത് കൊണ്ട് ചെല്ലുവേൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞ് മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണ് എന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകൻ അറിഞ്ഞിരുന്നു. അവൻ വളവാനെല്ലാം വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പെന്ന്. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരുമോ? എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ്. ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം അവന്റെ ശിഷ്യന്മാർ അവരിൽ വിശ്വസിച്ചു. ഇന്ന് ഈ മംഗളകർമ്മത്തിൽ പങ്കുചേരുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളും എല്ലാവരെയും ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, ഇന്ന് എബിന്റെയും എലിസബത്തിൻ്റെയും ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങളാണ്.
ഈ നിമിഷം വരെയും ഇവർ രണ്ടുപേരും രണ്ടാണ്. രണ്ട് കുടുംബത്തിൽ നിന്നും അവര് ഈ ദേവാലയത്തിൽ വന്നിരിക്കുന്നു. അടുത്ത നിമിഷം ഇവര് ഒന്നാകും. ഉൽപ്പത്തി പുസ്തകത്തില് ദൈവമായ കർത്താവ് പറയുന്നു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. യബിന് ചേർന്ന ഇണയാണ് എലിസബത്ത്. എലിസബത്തിന് ചേർന്ന ഇണയാണ് യബിന്. ഇവരെ രണ്ടുപേരെയും ഒന്നാകുന്നതിന് വേണ്ടി ഇവര് രണ്ടുപേരും ഇവരുടെ അമ്മയുടെ ഉദരത്തില് രൂപം കൊള്ളുന്നതിന് മുമ്പിലേ തന്നെ ദൈവം ഇതെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ പള്ളിയിൽ വരുമ്പോൾ ആദ്യമായിട്ട് ചെറുക്കനെ പെണ്ണ് കാണുന്നവരൊക്കെ കാണുള്ളൂ. അല്ലെങ്കിൽ ചെറുക്കൻ്റെ വീട്ടിൽ പോകുന്നു, അല്ലെങ്കിൽ പെണ്ണിൻ്റെ വീട്ടിൽ പോകുന്നു. ഇങ്ങനെയൊക്കെ ഇതിൻ്റെ ഈ ഉറപ്പീരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ നമ്മൾ പറയും, എന്ത് പറയും, ഓ ഈ ചെറുക്കനെ പറ്റിയ പെണ്ണാണ്, അല്ലെങ്കിൽ ഈ പെണ്ണിനെ പറ്റിയ ചെറുക്കൻ, ഇങ്ങനെയൊക്കെ കമന്റ് പറയും. നമ്മളിപ്പോൾ പള്ളിക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാലും നമ്മൾ നോക്കുന്നത് ഇങ്ങനെ ബാഹ്യമായിട്ടുള്ള രൂപങ്ങളിലേക്കാണ്. എന്നിട്ട് നമ്മളിങ്ങനെ കമന്റ് പറയും. പക്ഷെ ദൈവമാണ് ഇവരെ ഒന്നിപ്പിക്കുന്നത്. നമ്മൾ വചനത്തിൽ വിശ്വസിക്കണം. ഈ വചനത്തിലൂടെ പോയെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം അർത്ഥവത്താവുകയുള്ളൂ. ഇന്ന് ഞാനിങ്ങനെ ഇന്നലെയും കൂടെ എൻ്റെ വീട് കണ്ണൂരാണ്. ഞാൻ മധ്യപ്രദേശിലെ ഉജ്ജയിൻ രൂപതയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഈ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഉജ്ജയിൽ നിന്നും ഇവിടെ കണ്ണൂരെത്തി ഇന്നലെ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്, ഈ വിവാഹത്തിന്റെ ഇന്നേ ദിവസം ഈ പള്ളിയിൽ വരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇതിനോട് അടുത്ത ആൾക്കാരൊക്കെ എന്ത് ചെയ്ത് കാണും, നല്ല ഏത് വസ്ത്രം ഇടണം, എങ്ങനെ മേക്കപ്പ് ചെയ്യണം, ഇങ്ങനെയൊക്കെ പ്ലാനൊക്കെ ഇട്ടിട്ട് നമ്മൾ ഓടിക്കാണും. ഇന്ന് ചിലപ്പോൾ ഞാനിങ്ങനെ ഒരു തമാശയൊക്കെ മറ്റൊന്നും പറഞ്ഞു, ഈ ദിവസങ്ങളിൽ ചിലപ്പോൾ എണ്ണയൊന്നും വെച്ച് കാണുമല്ല, എന്താ നമ്മുടെ മുടിയൊക്കെ പറിപ്പിച്ചിങ്ങനെ വരാനൊക്കെയാണ്. ഇതൊക്കെയാണ് നമ്മുടെ ബാഹ്യമായിട്ടുള്ള ഒരുക്കങ്ങൾ. പക്ഷേ ചിലപ്പോൾ ഇന്നലെ തിരക്കിനിടയ്ക്ക് ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ മറന്നുപോയി കാണും. പലരും ഒഴിവാക്കുന്ന ഒരു സംഭവം ഇതാണ്, പ്രാർത്ഥനയില്ല, ബാഹ്യമായതെല്ലാം ഉണ്ടാകും. ഇന്നിപ്പോ രാവിലെ മേക്കപ്പുമാൻ വന്നു കാണും, അതിന്റെ തിരക്കിലായിരിക്കും അല്ലെ, എല്ലാവരും അങ്ങനെയൊക്കെയാണ് പള്ളിയിലേക്ക് വരുന്നത്. അപ്പോഴ് ഇവർക്ക് രണ്ടുപേർക്കും രണ്ട് ടേസ്റ്റ് ഉണ്ട്. എബിൻ്റെതായ ഇതുവരെ ജീവിച്ചു വന്ന വീട്ടിലെ അവൻ വളർന്ന അതിനൊരു ടേസ്റ്റ് ഉണ്ട്. ഇവിടെ എലിസബത്തിനും അങ്ങനെ തന്നെ. അവള് ചെറുപ്പം മുതലേ വളർന്നു വന്ന അവളുടെ ജീവിത സാഹചര്യം, ഇത് രണ്ടും കൂടെ ഇന്ന് ഒന്നാവുകയാണ്. ഇന്ന് വിവാഹം കഴിഞ്ഞ ഇവർ ഒന്നായിട്ട് ഇപ്പോഴ് എലിസബത്ത് എബിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ, നാളെ ചിലപ്പോൾ ഒരു ഭക്ഷണം എടുത്തു കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി ഉപ്പ് എബിന്റെ മമ്മി എബിന് കൊടുത്തുകൊണ്ടിരുന്ന അത്ര എങ്ങനെയാണെന്നൊക്കെ പരിശീലിച്ച് വരണം. അല്ലെങ്കിൽ ഇത്തിരി സമയമുണ്ട്. അപ്പൊ നമ്മൾ പിറ്റേ ദിവസം തന്നെ പറയുകയാണ്, അവിടെ അടുത്ത് വന്ന ഭക്ഷണത്തിന് ഉപ്പ് കുറഞ്ഞു പോയി, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് 2 ദിവസത്തിനുള്ളിൽ അത് പരിഭവങ്ങളിലേക്ക്, കലഹങ്ങളിലേക്ക് നമുക്ക് അനുഭവങ്ങളാണ് പറയുന്നത്. അപ്പോഴേ ഇങ്ങനെയൊക്കെ പൊട്ടിത്തെറിക്കും. എന്നാൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ യേശുവിനോട് ചേർന്ന് രണ്ടുപേരും പരസ്പരം കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ മനസ്സിലാക്കി പോകുമ്പോൾ തിരുക്കുടുംബത്തിന്റെ മാതൃകയിലുള്ള ജീവിതമാണ്. ഇവര് രണ്ടുപേരല്ല, ഇവരുടെ മധ്യേ യേശുവും ഉണ്ടാകണം. എനിക്ക് ജോലി ഉണ്ടായിരുന്നു. ഞാനൊരു 10-31 വർഷമായിട്ട് ഞാൻ ധ്യാനിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെയൊക്കെ പോകുന്ന എൻ്റെ ജീവിതത്തിൽ എൻ്റെ 34ാമത്തെ വയസ്സിലാണ് കർത്താവ് എന്നെ വിളിക്കുന്നത്. എൻ്റെ ജോലി റിസൈൻ ചെയ്തിട്ട് സെമിനാരിൽ പോകാൻ ഈശോ എന്നോട് പറയുന്നത് എൻ്റെ 34ാമത്തെ വയസ്സിലാണ്. അത് എന്നോട് ഈശോ പറഞ്ഞത് മധ്യപ്രദേശിലെ ഉജ്ജയിനിലേക്ക് പോകാനാണ്. അപ്പോൾ എൻ്റെ നാടും വീടും ലാംഗ്വേജും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞപ്പോൾ ഒത്തിരി വിഷമമുള്ള കാര്യമാണ്.
എങ്കിലും ഞാനത് കേട്ടു. അങ്ങനെ എൻ്റെ 44-ാമത്തെ വയസ്സിലാണ് ഞാൻ അച്ഛനായത്. ഈശോ എന്നെ നയിക്കുന്ന വഴികൾ എനിക്കറിയാം. ഓരോ നിമിഷവും ഈശോ പറയുന്നത് പോലെയാണ് നമ്മളിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഇവരെയൊക്കെ പരിചയപ്പെടാനായിട്ട് സാധിച്ചത്. ഞാൻ പ്രാർത്ഥിച്ച ഒരു കുട്ടിയാണ്. അതുകൊണ്ട് അല്ലാതെ ഞാൻ ഇന്നലെയാണ് ആദ്യമായിട്ട് ഞാൻ ഈ എലിസബത്തിനെ കാണുന്നത്. എബിനെ ഞാൻ ഫോണിലൂടെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് എബിനെ കാണുന്നത്. ഞാനിത് പറയുന്നത് ദൈവം നയിക്കുന്നത് കൊണ്ട് എന്നിലൂടെ ഇപ്പോൾ ഒത്തിരി അത്ഭുതങ്ങൾ കർത്താവ് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉജ്ജയിലേക്ക് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ വിളിക്കുന്നു, അവർക്ക് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അതുപോലെ ചെയ്തു കഴിയുമ്പോൾ ദൈവം ഇടപെടുന്നു. ഇത് 2-3 വർഷമായിട്ട് ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ഭാഗ്യമായ ഇതൊന്നുമല്ല. നമുക്ക് യേശുവിന്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ഇപ്പോൾ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 29-ാമത്തെ വാക്യം പറയുന്നു, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ മനസ്സിലാക്കാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. ഇപ്പൊ നമ്മളെല്ലാവരും ക്രിസ്ത്യാനികളായിരിക്കാം. നമ്മൾ വീട്ടില് നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ടാകാം, പ്രാർത്ഥിക്കുന്നുണ്ടാകാം, പള്ളിയിൽ പോകുന്നുണ്ടാകാം, ഒക്കെ ശരിയാണ്. പക്ഷെ കർത്താവിന്റെ വചനം നമ്മൾ പാലിക്കുന്നില്ല. അതിന്റെ കാരണം അതുകൊണ്ടാണ് യേശു മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാം വചനത്തിൽ പറയുന്നത്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പമെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ആദ്യം രാജ്യവും നീതി അന്വേഷിക്കണം. യേശുവിനോട് ചേർന്ന് നിന്ന് പോകണം. നമ്മൾ എവിടെയായിരിക്കുന്നോ അവിടെയെല്ലാം നമ്മൾ യേശുവിന് സാക്ഷി വഹിക്കേണ്ടവരാണ്. ആദ്യം നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ എല്ലാ സഹോദരങ്ങളുമായിട്ട് യേശു പറയുന്നത് പോലെയുള്ള ഒരു സ്നേഹബന്ധം. പിന്നെ നമ്മുടെ അയൽവക്കക്കാരുടെ ഇടയിൽ, വാർഡില്, ഇടവകയില്, ഇങ്ങനെ എവിടെയാണോ അവിടെയെല്ലാം നമ്മൾ യേശുവിന് സാക്ഷി വഹിക്കുന്നവരാണ്. അപ്പോൾ അതോടൊപ്പം എല്ലാം കൂട്ടിച്ചേർക്കപ്പെടുന്നതാണ് ഈശോ നമ്മളോട് പറയുന്നത്. ഇന്ന് നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്കറിയാം, ഇന്ന് OET പാസ്സാകണം, വിദേശത്ത് പോകണം, കല്യാണം നടക്കണം, അല്ലെങ്കിൽ കുട്ടികളുണ്ടാകണം, സ്ഥലവിൽപ്പന നടക്കണം, ഇങ്ങനെ ഭൗതികമായ ഒരു നൂറുകൂട്ട ആവശ്യങ്ങളുമായിട്ടാണ് ഓരോരുത്തരും പ്രാർത്ഥിക്കാനായിട്ട് വിളിക്കുന്നതും നമ്മളൊക്കെ പല ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ പോകുന്നത് അതിനു വേണ്ടിയിട്ടാണ്. എന്നാൽ യേശു പറയാണ്, ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടൊപ്പം നിങ്ങൾ ബാക്കിയൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. ഈശോയ്ക്ക് അറിയാം എന്നെ OET പാസ്സാക്കി വിദേശത്തേക്ക് വിടണമെന്ന് ഈശോയ്ക്ക് അറിയാം, തരുന്ന ഈശോ പറയുന്നത്. പക്ഷെ നമ്മളൊക്കെ രാജ്യവും നീതി അന്വേഷിക്കാതെ 2ാമത്തെ ഭാഗം തരണമേന്നാണ് നമ്മളൊക്കെ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അതൊക്കെ കിട്ടാനായിട്ട് നമുക്ക് തടസ്സമുണ്ടാകുന്നത്. ഇപ്പൊ പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് ഈ വിവാഹ മംഗളകർമ്മത്തിൽ നമ്മൾ പങ്കുചേരുമ്പോൾ നമുക്കും യേശുവിന്റെ ഈ വചനം സ്വീകരിച്ചുകൊണ്ട് ഇവരിന്ന് വിവാഹത്തിലാകാൻ പോവുകയാണ്. ഇവരിയ്ക്കുന്ന കസേരയുടെ മുറിയിലേക്ക് നമുക്കറിയാം. നിങ്ങളൊക്കെ ഒരു നാളിൽ ഇതുപോലെ ഇരുന്ന് പോയവരാണ്. ഇതുപോലെ കൈ പിടിച്ച് വിവാഹമെന്ന് കൂതാശയാൽ ബന്ധിതരായവരാണ്. പക്ഷെ ഇന്ന് നിങ്ങളോടൊക്കെ ഓരോരുത്തരോട് ഇപ്പോഴത്തെ നിങ്ങളുടെ സാഹചര്യത്തെ പറ്റി ചോദിച്ചാൽ ഒത്തിരി ദുഃഖമായിരിക്കാം. കാരണം യേശു പറഞ്ഞതുപോലെ നമ്മൾ മുന്നോട്ട് പോയില്ല. അതുകൊണ്ടാണ് ഇപ്പൊ നമുക്കെല്ലാവർക്കും ദേവാലയത്തിലിരിക്കുന്ന എല്ലാവർക്കും ഒന്ന് വിചിന്തനം ചെയ്യുവാനായിട്ടുള്ള അവസരമാണിത്. ഞാൻ യേശു പറഞ്ഞതുപോലെ ഞാൻ മുന്നോട്ട് ജീവിച്ചോ? അപ്പോൾ നമുക്കെല്ലാം തെറ്റുപറ്റും. മനുഷ്യരാണ്, നമുക്കെല്ലാം തെറ്റുപറ്റും. കർത്താവെ തെറ്റിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു വരാനായിട്ടുള്ള ഒരു അവസരം കൂടിയാണിത്. സന്തോഷമാണ്. ഇവരിന്ന് പുതിയ ഒരു കുടുംബത്തിന് രൂപം കൊടുക്കാനായിട്ട് പോവുകയാണ്. എല്ലാം ശരിയാണ്. അതോടൊപ്പം നമ്മളും ഇതിൽ പങ്കുചേർന്ന് നമ്മളുടെയും കുടുംബജീവിതത്തിൽ പോരായ്മകളുണ്ടെങ്കിൽ അതെല്ലാം തിരുത്തി മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു സമയം കൂടിയാണിത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും എബിനും എലിസബത്തിനും ആശംസകൾ നേരാം, പ്രാർത്ഥനകൾ നേരാം. ഞങ്ങൾ അച്ഛന്മാരും
ഇവിടുത്തെ വികാരിയച്ഛൻ, നിങ്ങളെല്ലാവരും ഇന്നത്തെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ യേശുവിൻ്റെ വലിയ കൃപയും അനുഗ്രഹവും നിങ്ങൾക്ക് ലഭിക്കട്ടെ. നിങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും ഒക്കെ ഈ അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ. അതിനു വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടെ വിവാഹ ഈ കൂദാശയുടെ ഈ മംഗളങ്ങൾ എബിനും എലിസബത്തിനും ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും നേർന്നുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നീതികിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്ന ഞങ്ങളെ ഇവരെയും അനുഗ്രഹിക്കണമേ. പിതാപത്തിനും പരിശുദ്ധാത്മാവായ സർവേശ്വരായ എന്നേക്കും. പ്രിയ സഹോദരരെ, ഈ വധുവരന്മാർ വിവാഹം എന്ന കൂദാശയാൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കൂദാശ യോഗ്യതയുടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥന തുടങ്ങുന്നു. നമുക്കെല്ലാവരും ഭക്തിയുടെ ശ്രദ്ധയോടുകൂടെ നിന്ന് മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവിത സഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകുവാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കുദാശ യോഗ്യതയുടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കൃപാവനം സമൃദ്ധമായി എന്നിൽ ചൊരിയണമേ. പിതാവതന പരിശുദ്ധാത്മാവായ സർവേശ്വരായ എന്നേക്കും. തോമസ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി എലിസബത്തിനെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? എലിസബത്ത് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി തോമസിനെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ? നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണ്. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായ പരസ്പരം വലതുകരം ചേർത്തിരിക്കുന്നു. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവ് യേശുമിശിഹാ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കൃപാവരത്തിന്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരണവാനായ കർത്താവേ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടി
സാക്ഷിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ പത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ പത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ പിതാവും കന്യാംബികയും ഓമൽ സുതനാമീശോയും. പിതാവും കന്യാംബികയും ഓമൽ സുതനാമീശോയും. ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരരെ, നിങ്ങൾ പിഴവച്ച് ആശീർവാദം സ്വീകരിക്കുകയും സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളെ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടെ നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ സ്തുതിയും പ്രകൃതിയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുത്തെ യോഗ്യരാക്കുകയും ചെയ്യട്ടെ. നേർ
വിവാഹിതരായ എബിനും എലിസബത്തിനും ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥനാശംസകൾ നൽകുകയാണ്. ഒപ്പം കുറവിലങ്ങാട് ഇടവാങ്ങുന്നതും എലിസബത്തിൻ്റെ എല്ലാ ബന്ധുക്കാരികൾക്കും ഒത്തിരി സ്നേഹത്തോടെ സ്നേഹത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇടവയിലേക്ക് എലിസബത്ത് ഇന്ന് കുടിച്ചേരുകയാണ്. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. അങ്ങയുടെ കാലത്തിന് ഫലം കൈനീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിന്റെ തണലിൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറായെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവായ മിശിഹായ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും തിരുക്കുടുംബത്തിന്റെ നായകനായ മറിയോത്സവത്തിന്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാകട്ടെയും സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ശ്രീയുമായ മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മങ്ങളിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹമെന്ന നിർമ്മലമായ സ്നേഹത്തിനും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിനും അവിടെ നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കുദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന ഭാഗ്യം നൽകി നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശയങ്ങളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്തെ സഹായിക്കുവാൻ നിർമ്മതി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മടവരെയും അവിടുത്തേക്ക് സദയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങളെ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെ ഈ തിരുക്കറപ്പുകളിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശ്രയിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Feels like a dream, and I can't wake up. I want to be free, to sleep alone. I'm here in the dark, no I can't let go. I'm stuck in the restless, breathless, the end unknown. Another night with you, laying with your shadow. Another time or two, maybe I will be alright. You're gone away just like the wind. I leave the window open so I can find the
you'd wanna stay. You wouldn't go, but now that it's done, all I can do is hope, leaving me breathless, restless, the end unknown. It's not easy to keep breathing when you've taken all the air from my lungs. Well, I wonder, am I stronger? Is it possible to sleep on my own?
round and round you go round. But he lets you down and down and down and down, he lets you down. Everybody knows your business in this town, 'cause you can't help it, no you can't help it. And he'll tell you what you want, but you've been faking it more than once. And you keep calling me every time he's gone, like you can't help it, you can't help it. Whoa, he don't see what I see, and he don't know what you need. He's gonna know when I take your love away. He only loves you part-time, sure that you cry on his mind, waiting for me to take your love away. And every piece that he breaks is another piece that I take, until he's made that last mistake. He don't think that you leave, but he don't know about me. Well, he's gonna know when I take your love away. I take your love away. Round and round and round and round you go round, but he lets you down and down and down and down, he lets you down. And you keep calling me every time he's gone, like you can't help it, you can't help it. Whoa, he don't see what I see, he don't know what you need. He's gonna know when I take your love away. He only loves you part-time, sure that you cry on his mind, waiting for me to take your love away. And every piece that he breaks is another piece that I take, until he's made that last mistake. He don't think that you leave, no he don't know about me. Well, he's gonna know when I take your love away. I take your love away. And I take your love away. All I know is when we're on our own, then you're drinking, it's over. Back to him when you're sober. So you stay thinking he might change, but I know that he won't, 'cause I know that he don't. He don't see what I see, he don't know what you need. He's gonna know when I take your love away. He don't think that you leave, no he don't know about me. He's gonna know when I take your love away. And take your love away. He don't think that you leave, he don't know about me. He's gonna know when I take your love away. I wasn't ready for something so heavy to whisk us away like it did. You were the captain who steered us to safety without ever breaking a sweat. Hope is gone, we're not to blame. Though it's wrong, it feels the same. If we're 100 feet beneath the deepest sea, we're at the mercy of the tide. No matter where we are, whether you're near or far, I'll be forever on your side. With you, the only thing out of the question is turning your back on what's right. We went to the bottom, took hold of the rope, and the monsters emerged in the light. Who could find the time to sleep? You and I, we felt at ease. If we're 100